നമ്മുടെ കേരളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വലിയ പട്ടണമായിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടങ്ങളിലും എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. എവിടെയും വലിയ വേർതിരിവില്ല. എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കുകയാണ്. അത്തരം കാര്യങ്ങളിലാണ് ഇവിടെ കിഫ്ബിക്ക് വലിയ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല പിന്തുണ ജനങ്ങൾക്കാകെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാകെ ജനങ്ങളുടെ പിന്തുണ എല്ലാ ഘട്ടത്തിലും ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിക്കെതിരെ ഇപ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. അതിൽ നമ്മൾ കാണുന്നത് എന്താ? ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിനാണ് ചെലവഴിച്ചത്. ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ. നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോവുകയാണല്ലോ. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും ഉന്നതമായ ധനകാര്യ വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമെന്ന നിലക്കാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കിഫ്ബിക്ക് 25 വയസ്സ്. പക്ഷേ നമ്മൾ മലയാളികൾ കിഫ്ബിയെക്കുറിച്ച് ശരിക്കും കേട്ടു തുടങ്ങിയത് ഏത് കാലത്താണ്? 2016. കൃത്യമായി പറഞ്ഞാൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് കിഫ്ബി എന്ന ആ വലിയ സാധ്യതയെക്കുറിച്ച് അത്ഭുതത്തോടെ മലയാളി ശരിക്കും കേട്ടു തുടങ്ങിയത്. നൂറ്റാണ്ടിൻ്റെ മഹാപ്രളയത്തെ അതിജീവിച്ച കേരളം ഇന്ന് കാണുന്ന ആധുനിക കേരളം അഥവാ നവകേരളമായി മാറിത്തീർന്നതിന് പിന്നിൽ കിഫ്ബിയിലൂടെ നടത്തിയ ധനസമാഹരണം കൂടിയുണ്ട്. ശമ്പളവും പെൻഷനും കൊടുത്താൽ കാലിയാകുന്ന ഖജനാവും കൊണ്ട് വെല്ലുവിളികൾക്ക് മുന്നിൽ കീഴടങ്ങുകയല്ല പിണറായി സർക്കാർ ചെയ്തത്. കിഫ്ബിയിലൂടെ ധനസമാഹരണം നടത്തി 25 വർഷത്തെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തു. എല്ലാ മേഖലയ്ക്കും മികവുറ്റ പദ്ധതികൾ രൂപപ്പെടുത്തി. പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ആവോളം പരിഹസിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് തോമസ് ഐസക്ക് സ്വപ്നജീവിയാണ്, കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ഒടുവിലെന്തായി? 90,562 കോടിയുടെ 1190 പദ്ധതികളാണ് കിഫ്ബിയുടെ പേരിൽ മാത്രം ഈ 10 വർഷം കൊണ്ട് ഉണ്ടായത്. പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ അടക്കമാണ് ഈ പദ്ധതികൾ. അഴിമതിയുടെ തരി പോലുമില്ലാതെയാണ് 90,000 കോടി രൂപയുടെ പദ്ധതികൾ എന്നോർക്കണം. പ്രൊഫഷണലായും മികവോടെയും കിഫ്ബിയെ മുന്നോട്ട് കൊണ്ടുപോയി. ലോകം ശ്രദ്ധിക്കുന്ന നാടായി കേരളം മാറിയതിലും രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുത്തതിലും കിഫ്ബിയിലൂടെ പിണറായി സർക്കാർ കണ്ടെത്തിയ വലിയ ധനസ്രോതസ് വഴിയൊരുക്കി. കേരളത്തിൻ്റെ ആസ്തി വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. തുടർഭരണം കൊണ്ട് നാടിനെന്തു മെച്ചമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ നേട്ടം. നവകേരളത്തിലെ കിഫ്ബി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ്, CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ്, ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് C ഷുക്കൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ സേനാപതി വേണു, എന്താണ് കോൺഗ്രസിൻ്റെ 10 വർഷത്തിനിപ്പുറമുള്ള ഒരു വിലയിരുത്തൽ? പിണറായി സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് 25 വർഷവുമായി ബന്ധപ്പെട്ടതിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. 10 വർഷം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലിൽ എവിടെ നിൽക്കുന്നു പ്രതിപക്ഷം? ശരത്തെ, കേരളം പിണറായി വിജയൻ മഴുവെറിഞ്ഞൊന്നുമല്ല കേരളം ഉണ്ടായത്. അത് പരശുരാമൻ മഴുവെറിഞ്ഞു നമ്മൾ പറയുന്നു. ഇപ്പോൾ അങ്ങയുടെ വിശദീകരണം കേട്ടപ്പോൾ 2016 ശ്രീ പിണറായി വിജയനാണ് കേരളം മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഇവിടെ 1190 പദ്ധതികളും 90,562 കോടിയുടെയും ചെലവിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നു. പുതിയതായി പാലം, സ്കൂള്, റോഡുകൾ, ആശുപത്രികൾ, സ്റ്റേഡിയം, ഇതെല്ലാം. ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു? ഈ പാലം കേരളത്തിൽ ആദ്യമായിട്ടാണോ വന്നത്? അല്ലെങ്കിൽ പുതിയ റോഡുകൾ ആദ്യമായിട്ടാണോ വന്നത്? ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരികയാണ്. ആലുവ മുതൽ ചേർത്തല വരെ ആദ്യത്തെ KSTPയുടെ റോഡ് പതിവൽ കമ്പനി പണിത്, പിന്നീട് അവർക്ക് പൈസ കിട്ടാതെയൊക്കെ വന്ന് പതിവലിന്റെ ലീ ആത്മഹത്യ ചെയ്തൊക്കെ നമുക്കറിയാം. KSTPയുടെ റോഡ്, രണ്ടാമത്തെ KSTP റോഡ് എൻ്റെ ജില്ലയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. അത് തേക്കടി മുതൽ മൂന്നാർ വരെ ആയിരുന്നു അതിന്റെ പ്രപ്പോസലെങ്കിലും തേക്കടി ടു പൂപ്പാറ ആ റോഡ് അത് പൂർത്തീകരിച്ച് രണ്ടാമത്തെ കിഫ്ബിയുടെ റോഡായിരുന്നു.
സോറി, KSTPയുടെ റോഡായിരുന്നു. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും അതാത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എന്താ പറയുക, റോഡുകൾ ഉണ്ടായി, പാലങ്ങൾ ഉണ്ടായി, വിവിധങ്ങളായ നിർമ്മിതികൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ ഇവിടെ ഇപ്പോ കിഫ്ബി വന്ന് എന്തോ ഭയങ്കര ഒരു അത്ഭുതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു അത്ഭുതവുമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 250 പാലങ്ങൾ കേരളത്തിൽ പുതുതായിട്ട് വന്നതാണ്. കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ഇല്ലാതിരുന്ന എല്ലാ ജില്ലകളിലും പുതുതായിട്ട് മെഡിക്കൽ കോളേജുകൾ വന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണല്ലോ ഇനിയിപ്പോ മെട്രോയുടെ അവകാശം എന്താണെങ്കിലും അന്ന് കിഫ്ബിയിൽ നിന്നല്ലല്ലോ അതിന്റെ പണം വന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പണം വന്നത് മെട്രോയിൽ നിന്നല്ലല്ലോ. അപ്പോ കേരളത്തിൽ കോളേജുകളില്ലാത്ത എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും പുതുതായി കോളേജുകൾ തുടങ്ങിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പോയത്. അപ്പോ അന്നൊന്നും കിഫ്ബിയിൽ നിന്നല്ല, മറിച്ച് അതൊക്കെ ബജറ്റിന്റെ അലോക്കേഷനും ബജറ്റിൽ നിന്ന് വന്നു. ഇവിടെ കിഫ്ബിയെ കുറിച്ചുള്ള നമ്മുടെ ആക്ഷേപം എന്താണ്? നമ്മൾ ഇപ്പൊ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കിഫ്ബിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ പറയുമ്പോൾ ശരത്തെ, ഞാനൊരു ഇക്കോണമിസ്റ്റ് അല്ല. ഞാൻ എന്താ പറഞ്ഞ, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഞാൻ എക്കണോമിക്സും കൊമേഴ്സും പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു കാലം ഒരു പാരൽ കോളേജിൽ കൊമേഴ്സിൻ്റെയും എക്കണോമിക്സിൻ്റെ അധ്യാപകനുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇക്കോണമിസ്റ്റ് അല്ല, പക്ഷെ ഞാനിത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബജറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ അന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് എത്രയാ ബജറ്റിൽ കൂടെ? നമ്മുടെ വരുമാനം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്താ? 2002 കേന്ദ്ര ഗവൺമെന്റ്, കേരളം ഒരു പ്രത്യേക റിപ്പബ്ലിക് ഒന്നുമില്ല, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന 2002 നമ്മുടെ നാട്ടിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് 2002. ആ ആക്ടിൽ പറയുന്ന കാര്യം എന്താണ്? ഒരു സംസ്ഥാനത്തിന്റെ GSTPയുടെ 3% മാത്രമേ നമുക്ക് വാർഷികമായിട്ട് കടമെടുക്കാൻ പറ്റുള്ളൂ. അത് പോയി കഴിയുമ്പോഴേക്കും പരമാവധി വരുന്നത് 29%, അതായത് സഞ്ചിത കടം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്താ പറഞ്ഞ ഡെറ്റ് എന്ന് പറയുന്നത്. അത് എത്ര വരെ ആകാം? അത് GSTPയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ GDPയുടെ സംസ്ഥാനത്തിന്റെ 29%. ഇവിടെ 38% എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ. ഇത് ഞാൻ പറയുന്നതല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്. കണക്കൊക്കെ പെശകാണ്, പഴയ കണക്കാണ്, ഇപ്പൊ അതൊന്നുമല്ല. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ കിഫ്ബിയും അതോടൊപ്പം തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഇത് രണ്ടും കൊണ്ടുവരുമ്പോൾ ഇത് രണ്ടിനുമെതിരെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞത് എന്താ? ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കാലാകാലങ്ങളുള്ള ഫിസ്ക്കൽ പോളിസിയുടെ അനുസരിച്ച് മാത്രമാണ്. അപ്പൊ ഇത് ബജറ്റിന് വെളിയിലുള്ള കടമെടുപ്പ് അത് അനുവദനീയമല്ല. ഈ കാര്യങ്ങളെല്ലാം ബജറ്റിൽ കൂടി മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബജറ്റിന് വെളിയിൽ കൂടിയുള്ള കടമെടുപ്പ് ആകുമ്പോൾ അതിനെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകൾ അനുവദിക്കും. ഈ അലോട്ട്മെന്റിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തരുള്ളൂ. അപ്പോ ബജറ്റിന് വെളിയിൽ നടത്തിയിരിക്കുന്ന ഈ കടമെടുപ്പ്, ആ കടമെടുപ്പിൽ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പലിശ എന്ന് പറയുന്നത് 7 ആണ്. ലോക നിലവാരത്തിൽ നമ്മൾ ഈ കടം എടുത്തതിന് ശേഷം ഇത് ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുമോ? അപ്പൊ കേരളം വലിയ കടക്കണിയിലേക്ക് പോയിരിക്കുന്നു. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സാമ്പത്തിക കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ എന്താ പറയുക, CNDGയുടെയും അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഒക്കെ കണക്ക് പ്രകാരം 4,81,997 കോടി രൂപ കേരളത്തിന്റെ പൊതുകടമാണ്. ഇനി കേരളം ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ള 1,800 കോടി രൂപ ഇപ്പൊ കുടിശ്ശിക നിൽക്കുകയാണ്. സപ്ലൈകോയ്ക്ക് 2,200 കോടി രൂപ കുടിശ്ശിക നിൽക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ പണപ്പെരുപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 9.04 എത്തി നിൽക്കുകയാണ്. അപ്പോ വലിയ പ്രതിസന്ധിയിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ആ പ്രതിസന്ധിക്ക് കാരണം ഒരു പരിധി വരെ ഈ കിഫ്ബി വഴിയുള്ള ഈ യാതൊരു നിയന്ത്രണവും നിയന്ത്രണവും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും ഇല്ലാത്ത ഈ കടമെടുപ്പാണ് എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കിഫ്ബിക്കെതിരെയുള്ള പൊതുവായ വിമർശനം സാമ്പത്തിക വിദഗ്ധർ. അതോടൊപ്പം അതവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഈ 10 വർഷക്കാലവും കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശ്രീ സജീഷ് താങ്കളിലേക്കാണ് വന്നിട്ടുള്ള നേട്ടത്തെയും, അതായത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാപ്രളയവും കടന്നൊരു നവകേരളത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ആ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഈ ബഡ്ജറ്റിനപ്പുറം, ബഡ്ജറ്റിൽ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് പണം കണ്ടെത്തണം, ധനസ്രോതസ് ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ഈ മാറ്റം സാധ്യമാകൂ. അവിടെയാണ് കിഫ്ബിയുടെ ഒരു സ്പേസ് നിൽക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് ഈ 10 വർഷത്തിനിപ്പുറവും കിഫ്ബിയെ
ആ നിലയിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ, വളരെ ആധുനികമായ മികവാർന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണോ അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിൽ നിന്ന് സജീഷിന് തോന്നിയത്? അദ്ദേഹം നടത്തിയ ഈ താരതമ്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ മാറ്റത്തെ താരതമ്യം ചെയ്യാൻ മതിയായ താരതമ്യങ്ങളാണോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ 10 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ കേരളമാണ്. അങ്ങനെ ഒരു കേരളത്തിൻ്റെ മാറ്റം എന്നൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസ് ഏതാണ്ട് ആ വിധത്തിലൊക്കെയാണ്, ഇങ്ങനെ മറുപടികളിലൂടെയാണ്. എന്തു പറയുന്നു സജീഷ്? ശ്രീ ശരത്ത്, അദ്ദേഹത്തിൻ്റെ വാദഗതി കേൾക്കുമ്പോഴും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെ തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ അവസാനം നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്, താങ്കൾക്കുൾപ്പെടെ ഓർമ്മയുണ്ടാകും. ഏതാണ്ട് നമ്മുടെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ 90% പെൻഷനും ശമ്പളത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ്. അതിൽ പലിശ കൂടി ഉൾപ്പെടുത്തിയാൽ 100%-അപ്പുറം വരും. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ വികസനം നടക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതായത് കയ്യിൽ ഒരു പൈസയും ഈ ശമ്പളവും പെൻഷനും കടത്തിൻ്റെ പലിശ കൊടുക്കാനുമല്ലാതെ വരുമാനത്തിൻ്റെ 100%-വും പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ കേരളത്തിൻ്റെ വികസനം എങ്ങനെ നടക്കും എന്നതിൽ ആശങ്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് LDF വരും, എല്ലാം ശരിയാകുമെന്ന് ആ ഗവൺമെൻറ് ഒടുവിൽ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ LDF പറഞ്ഞത്. കാരണം ഈ ആശങ്കകളെ പരിഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ്? കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്താണ്? ആ ആവശ്യങ്ങൾ ഓരോന്നിനെയും അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസി തന്നെയായിരുന്നു. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പല മേഖലയിലുമില്ല. നമുക്ക് എത്ര ചെലവഴിക്കാൻ വേണ്ടി പറ്റും? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം എടുത്താൽ ഏതാണ്ട് ബഡ്ജറ്റ് വിഹിതമായി മാക്സിമം ചെലവഴിച്ചാൽ ഒരു 600 കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടെ കിഫ്ബിയിലൂടെ ചെലവഴിക്കുന്നത് 8,000 കോടി രൂപയാണ്. ഇതാണ് വ്യത്യാസം. 8,000 കോടി രൂപയുടെ വ്യത്യാസം കേരളത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി രാജ്യത്തെ മികവാർന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ വേണ്ടി കഴിയുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദമായ കണക്കുകൾ ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ തറക്കല്ലിടുന്നു, മെഡിക്കൽ കോളേജ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതല്ലല്ലോ. അവിടെ OP പോലും ആരംഭിക്കാത്ത നിലയായിരുന്നല്ലോ, അല്ലെങ്കിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നല്ലോ. അവിടെ അത്യന്താധുനിക സൗകര്യങ്ങളായി മാറി എന്നുള്ളത് നമ്മൾ കാണണ്ടേ. അവിടെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടത് കിഫ്ബിയിലൂടെയല്ലേ. ഇപ്പം ഓരോ മെഡിക്കൽ കോളേജും എടുത്ത് പരിശോധിച്ചാൽ ആശുപത്രി കെട്ടിടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലാണല്ലോ മാറുന്നത്. അവിടെ മികച്ച ആശുപത്രികൾ കേരളത്തിലുണ്ടാകുന്നു. മികച്ച ആശുപത്രികൾ മാത്രമല്ല, കിഫ്ബിയിലൂടെ ആധുനികമായ ഉപകരണങ്ങൾ കൂടി എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പോൾ രാജ്യത്ത് തന്നെ നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതല്ലേ ഇപ്പോൾ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുകയാണ് 2 ദിവസം മുമ്പ്. രാജ്യത്ത് എയിംസിലല്ലാതെ വേറെ എവിടെയാണ് നടക്കുന്നത്? ഈ കേരളത്തിൽ നടക്കുന്നു. ഗവൺമെൻറ് സംവിധാനത്തിൽ, സ്വകാര്യ ആശുപത്രിയിൽ മാത്രം നടക്കുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഓരോ ജനവിഭാഗത്തിൻ്റെയും കേരളത്തിലെ ഒരു 3 ലെയറായി നമ്മളെടുത്താൽ തീരദേശമുണ്ട്, മധ്യഭാഗമുണ്ട്, മലയോര മേഖലയിലുണ്ട്. ഇവിടെയെല്ലാം ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? ഇപ്പോൾ തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കടലാക്രമണവും കണക്ടിവിറ്റിയുമാണ്. അത് രണ്ടും പരിശോധിച്ചാൽ ഇത് രണ്ടും കിഫ്ബിയിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. ചെല്ലാനം എന്ന വാർത്ത നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. പറയട്ടെ ഇതിൻ്റെ ഇടയിൽ ഇടപെടരുത് ആരായാലും ശരി. ഇപ്പോൾ അത് തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവിടെ കടലാക്രമണത്തിൻ്റെ വലിയ ഭീതി ഉണ്ടായിരുന്ന ചെല്ലാനം ഉൾപ്പെടെയുള്ള മേഖലകൾ ടെട്രാപോഡ് വെക്കുന്നു. കിലോമീറ്ററുകളോളം അത്തരമൊരു സംവിധാനമേ ഇല്ലാത്ത നിലയിൽ, അക്രമമേ ഇല്ലാത്ത നിലയിൽ ആ സംവിധാനം ആകെ മെച്ചപ്പെട്ട നിലയിൽ മാറി വരുന്നത് നമ്മൾ കാണുകയാണ്. മാത്രമല്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി പിന്നീട് മാറുന്ന കാഴ്ചയും നമുക്ക് കാണാം. മലയോര മേഖലയിൽ വന്യജീവികളുടെ ആക്രമണമുണ്ട്, കണക്ടിവിറ്റിയും പ്രശ്നമാണ്. അവിടെയും മലയോര ഹൈവേയും അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ കിഫ്ബിയിലൂടെ പണം വല്ലാതെ ചെലവഴിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കിഫ്ബിയിലൂടെ ആ പണം ചെലവഴിക്കാനുള്ള ഒരു മാതൃക കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഈ കേരളത്തിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ അവിടെയുള്ള കണക്ടിവിറ്റി വ്യവസായത്തെയും മറ്റെല്ലാ മേഖലയും ടൂറിസത്തെയും ജനങ്ങളുടെ മറ്റ് ജീവനോപാധികളെയും എല്ലാം ബാധിക്കുന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ നമ്മുടെ കണക്ടിവിറ്റി. അതിൻ്റെ ഭാഗമായുള്ള
ദേശീയപാത വികസനം. ആ ദേശീയപാത വികസനത്തിന് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കാത്ത രീതിയിൽ കേരളം ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പണം കൊടുക്കേണ്ടി വരുന്നു. 5900 കോടിയോളം രൂപ അതിന് ചെലവഴിക്കുന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ വേറെയൊരു മാതൃകയായി മാറുകയാണ്. ഇപ്പോൾ കേരളം പൊതുവെ നേരിട്ടൊരു പ്രശ്നം എന്തായിരുന്നു? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് ട്രെയിനായാലും ശരി, ഇനി റോഡ് മാർഗമായാലും ശരി, പകുതിയാണ് വേഗത എന്ന് പറയുന്നത്. ആ വേഗതയിലേക്ക് കേരളത്തെ എത്തിക്കാൻ വേണ്ടി കഴിയുന്നത് കിഫ്ബിയിലൂടെയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. വ്യവസായത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലും ഈ കൃത്യമായ ഇടപെടൽ, വ്യവസായ പാർക്കുകൾ, അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ പുതിയ പാർക്കുകൾ സ്ഥാപിക്കാനായ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ആ കിഫ്ബിയിലൂടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം, അതുപോലെ തന്നെ റെയിൽ ക്രോസിംഗ് ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. അതുപോലെ തന്നെ പട്ടണങ്ങൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ബൈപ്പാസുകളില്ലാത്തതായിരുന്നു. ആ ബൈപ്പാസുകളെല്ലാം കിഫ്ബിയിലൂടെ വരുന്നു. റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് വരുന്നു. ഇതെല്ലാം നമുക്ക് പാലങ്ങളുടെ വർധനവ്, കേരളത്തിലെ ഏറ്റവും വലിയ പാലങ്ങൾ പോലും ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് വൈദ്യുതി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി KFON-ലൂടെ, ഇതെല്ലാം കിഫ്ബിയിലൂടെ സാധ്യമാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് 90,562 കോടി രൂപയുടെ മൂലധന നിക്ഷേപം കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലമൊക്കെ പറയുമ്പോൾ, മൂലധന നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ, UDFൻ്റെ അവസാനത്തെ 3 വർഷക്കാലത്തെ ബജറ്റിലൂടെയുള്ള മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ആകെ എത്രയാണ്? 16,049 കോടി രൂപയാണ്. എന്നാൽ കേരളത്തിൽ ആ ഘട്ടത്തിൽ, ഇപ്പോൾ ടോട്ടൽ എടുക്കേണ്ട, ആ ഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ 3 വർഷം മാത്രം, അവസാനം 3 വർഷം എടുത്ത് പരിശോധിച്ചാൽ കാണാം അവിടെ 59,630 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വരുന്നത്. അതായത് UDFൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അവർ കൈയൊഴിയുമ്പോൾ പകരം മെച്ചപ്പെട്ട നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കുന്നു. അതിൻ്റെ മുന്നേറ്റം കേരളത്തിനുണ്ടാകുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. പിന്നെ പറഞ്ഞ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം CAG റിപ്പോർട്ടിനെയൊക്കെ ഉദ്ധരിച്ച് കേരളം കടക്കണിയിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യണം കാര്യങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും ഒടുവിൽ CAG റിപ്പോർട്ട് വരുമ്പോൾ ഇന്ത്യയിൽ കടക്കണിയുള്ള സംസ്ഥാനത്തിൽ ആദ്യത്തെ 15-ൽ പോലും കേരളം വരുന്നില്ല. കടക്കണിയില്ലാത്ത സംസ്ഥാനമായി CAG റിപ്പോർട്ടിനകത്ത് കേരളം വരുന്നു. ആഭ്യന്തര വരുമാനം വർദ്ധിക്കുന്ന കാര്യത്തിൽ കേരളം വല്ലാതെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള വാർഷിക അവലോകന റിപ്പോർട്ട് വരുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രീ സേനാപതിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടേതാണ് കേരളം. നിങ്ങൾ മഴുവെറിഞ്ഞോ എങ്ങനെയോ നേടി എന്നുള്ളതിനെ പറ്റിയല്ല. ഇവിടെ ആരും മഴുവെറിഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് വികസനം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അവരോടൊപ്പം വികസനത്തിൻ്റെ ഒരു സ്പർശം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മെച്ചമെന്ന് പറയുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണേണ്ടതുണ്ട്. ഇവിടെ കിഫ്ബിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ ഇവിടെ ഉദ്ധരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം, ഫിസ്ക്കൽ ഡെഫിസിറ്റി, അതിൻ്റെ നിയമം, അതുപോലെ തന്നെ അതിൻ്റെ വ്യവസ്ഥകൾ എന്നെല്ലാം പറയുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതേ നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുമ്പോൾ ഈ കോൺഗ്രസിനും പ്രശ്നമല്ല, BJPക്കും പ്രശ്നമല്ല എന്ന് മാത്രമല്ല, അവരുടെ അതേ പാതയിൽ തന്നെ നാം മുന്നോട്ട് പോകുന്നു. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് കിഫ്ബിക്ക് വരുമാനമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നത്. 56 പദ്ധതികൾ കിഫ്ബിക്ക് കൃത്യമായി വരുമാനമുള്ള പദ്ധതികളാണ്. വിശദീകരിക്കണമെങ്കിൽ ഞാൻ കൃത്യമായി വിശദീകരിക്കാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിലൂടെ സ്വയം വരുമാനം കണ്ടെത്തിക്കൊണ്ട് അതിലൂടെയാണ് ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള ബാധ്യതകൾ, കടമെല്ലാം പരിഹരിച്ച് രാജ്യത്തിന് മാതൃകയായി പോകുന്നുവെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി സേനാപതി ഓർക്കാൻ വേണ്ടി പറയാം. തകർക്കാൻ വേണ്ടി വന്നവർ മാതൃകയായി എടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ ഇന്ന് കേരളം കാണുന്നതാണ്, ചെയ്യുന്നതാണ് നാളത്തെ ഇന്ത്യ സ്വപ്നം കാണുന്നത് എന്നതാണ്. DFI എന്ന പേരിൽ കേന്ദ്ര സർക്കാർ കിഫ്ബിക്ക് സമാനമായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് പുതിയ സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കാനുള്ള മാതൃക എന്ന് പറയുന്നത് കേരളത്തിലെ കിഫ്ബിയാണ്. നിങ്ങൾ വിമർശിച്ചോളൂ, പക്ഷേ നിങ്ങൾ വിമർശിക്കുമ്പോഴും നിങ്ങൾ സ്വപ്നം കാണുന്നത്
ഈ പദ്ധതികൾ നടപ്പിലാക്കലുമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ മണ്ഡലത്തിൽ നടന്ന കിഫ്ബി വികസനത്തെ കുറിച്ച് പറയുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. നമ്മുടെ PK ബഷീർ ലീഗിന്റെ നേതാവ് അഭിമാനത്തോടുകൂടി ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് കിഫ്ബി ഫണ്ട് കിട്ടിയത് എൻ്റെ മണ്ഡലത്തിലാണ് എന്ന് പറയുന്ന കാര്യം കൂടി താങ്കൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 140 മണ്ഡലങ്ങളിലും വികസനത്തിന്റെ പുതിയൊരു വസന്തം സൃഷ്ടിക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ അഭിമാനമാണ് കിഫ്ബി. അത് 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സായി പ്രായപൂർത്തിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനെ ശരിയായ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. സജീഷിന് പറഞ്ഞിട്ടും തീരാത്തത്ര വിപുലമാണ് കിഫ്ബിയുടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാന്നിധ്യം എന്നുള്ളതാണ് ആ പറഞ്ഞു വെച്ചതിൽ. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഞാൻ ഏതായാലും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകും മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നേരത്തെ ഇപ്പോൾ സജീഷ് അത് സൂചിപ്പിച്ചു, സേനാപതി സംസാരിച്ചപ്പോൾ ഞാൻ CNDG-യെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി പഴയ വിവരങ്ങളാണ് എന്ന് ഞാനൊന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കോട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 24-ാം തീയതിയിലെ മലയാള മനോരമ പത്രമാണ്. അവരുടെ സാമ്പത്തിക കാര്യ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ്റെ ഒരു വാർത്തയുണ്ട്. ഞാൻ അതിലെ കുറച്ച് വിവരങ്ങൾ മാത്രം പറയാം, കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് വേണ്ടത് തന്നെയുണ്ട്. ഈ 10 വർഷമാണ്, 10 വർഷക്കാലത്തെ കടമെടുപ്പിൽ കേരളം വലിയ അപകടകരമായ അവസ്ഥയിലല്ല എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തിയ വിശകലന രേഖ എന്നുള്ളതാണ് ആ വാർത്ത തന്നെ തുടങ്ങുന്നത്. അവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 28 സംസ്ഥാനങ്ങളുടെ കണക്കുകളാണ് പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ GSDP താങ്കൾ തന്നെ പറഞ്ഞാണ്, GSDP കടം അനുപാതത്തിൽ കേരളം 15ാമതാണ്. 28 സംസ്ഥാനങ്ങളിൽ 15ാമത് മാത്രമാണ് കേരളം നിൽക്കുന്നത്. അതായത് കേരളം കടമെടുത്ത് കേരളത്തിൻ്റെ ആസ്തി വികസനം എന്നുള്ളത്, ഈ MLA-മാർ ബോർഡ് വെക്കുമല്ലോ, MLA-യുടെ ആസ്തി വികസന ഫണ്ട്, നമ്മളൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റോപ്പും ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഷെഡും അതുമൊക്കെ കാണുന്നതാണല്ലോ. ഇതങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡൊന്നുമല്ല, കേരളത്തിൻ്റെ ആസ്തി വികസനമാണ്. അങ്ങനെ കടമെടുത്ത് വളരെ സമഗ്രമായി വളരെ ശാസ്ത്രീയമായി സമയക്രമം പാലിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തുമ്പോൾ അതിലൂടെ ഉണ്ടായിട്ടുള്ള ആസ്തി വികസനം ഒരു ഭാഗത്ത് അതിന് പണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ കടം എന്ന് പറയുന്നത് അപകടകരമായ നിലയിലല്ല എന്ന് മലയാള മനോരമ CNDG റിപ്പോർട്ടിനെ വിശകലന രേഖ ഉദ്ധരിച്ച് സെപ്റ്റംബർ 24-ന് എഴുതിയത് ഞാൻ പറയുന്നത്. അതിലൊരു കാര്യം കൂടി പറയാം. അതുപോലെ തന്നെ വരുമാന കമ്മി നേരിടുന്ന 12 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം. വരുമാനം കമ്മിയാകുന്ന സംസ്ഥാനം, പക്ഷേ വരുമാന കമ്മി അതിജീവിച്ച് മുന്നേറുന്ന എന്ന് വെച്ചാൽ ഈ പദ്ധതികൾ നേരത്തെ ഒരു 56 പദ്ധതിയുടെ കാര്യം സജീഷ് സൂചിപ്പിച്ചു. വരുമാന കമ്മി ഉള്ളപ്പോൾ തന്നെ അതിനെ അതിജീവിച്ച് മുന്നേറുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമെന്ന് റിപ്പോർട്ടിലുണ്ട് എന്നത് മാത്രം. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കേവല രാഷ്ട്രീയ ചർച്ച മാത്രമല്ലല്ലോ, വസ്തുതകൾ വളരെ പ്രധാനമാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് ഞാനതൊന്ന് നോക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയായി അന്ന് തന്നെ ഞങ്ങളെല്ലാവരും പിന്നീട് അതിനുശേഷം മനോരമയിൽ ആ വാർത്ത വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയത്. ഞാനൊരു സാമ്പത്തികാര്യ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിലേക്കൊന്ന് പോകാൻ ഒരു വലിയ ത്വര ശ്രീ ജോർജ് ജോസഫിനുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുകടവുമായി ബന്ധപ്പെട്ട് താങ്കളെ ഞാൻ തൽക്കാലം അതിലേക്ക് ക്ഷണിക്കുന്നില്ല, ദയവായി അടുത്ത റൗണ്ടിലാകാം. ഞാൻ ഒരു അല്പം രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു താരതമ്യം താങ്കളുടെ ഭാഗത്ത് നിന്ന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട 10 വർഷക്കാലം നേരത്തെ ശ്രീ സേനാപതി അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷക്കാലം വെച്ച് താരതമ്യം ചെയ്യാനുള്ള അസാമാന്യമായൊരു ധൈര്യം കാട്ടുകയുണ്ടായി. താങ്കൾ എങ്ങനെ താരതമ്യം ചെയ്യും? പിണറായി സർക്കാരിനെ സംബന്ധിച്ച് 16, 21, 26 അവസാനിക്കാൻ പോകുന്ന 2 സർക്കാരുകളുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ നിലയിൽ ആ സർക്കാരിന് മുതൽക്കൂട്ടായി കിഫ്ബി മാറിയോ, അത് കേരളത്തിനൊരു വലിയ മികവാർന്ന അനുഭവമായി മാറിയോ, കേരളത്തെ ആകെ മാറ്റിത്തീർത്തോ, കിഫ്ബിയെ വിലയിരുത്തുന്നതിൽ പ്രതിപക്ഷത്തിന് പാളിച്ചകൾ സംഭവിച്ചോ? ഈ രാഷ്ട്രീയവും സാമൂഹികവുമായ താരതമ്യമാണ് താങ്കളിൽ നിന്ന് ആദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശരത്തെ, താങ്കളോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം ഈ അടുത്ത റൗണ്ടിൽ കടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും കടക്കണിയെക്കുറിച്ചൊക്കെ പറയാനുള്ള ഒരു അല്പസമയം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാനിവിടെ നമ്മളിപ്പോൾ വികസനത്തിൻ്റെ കാര്യവും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നടപ്പാക്കിയതും 95,000 കോടി രൂപയുടെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ശ്രീ സജീഷ് ഇവിടെ സംസാരിക്കുകയുണ്ട്. ഞാൻ ഇതിനെ വേറൊരു പരിപ്രേക്ഷ്യത്തിലൂടെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 2016 ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് 2017-18 കാലഘട്ടത്തിൽ ലോകത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉരുണ്ടുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ശക്തമായി അങ്ങനെ ഉയർന്നു വരുന്ന സമയത്താണ് കോവിഡ് മഹാമാരി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്.
അത് അതിതീവ്രമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകത്ത് നയിക്കുകയുണ്ടായി. ആ കോവിഡിന് ശേഷം എല്ലാ ഇക്കോണമികളും എല്ലാ സമ്പദ് വ്യവസ്ഥകളും തിരികെ വരാനുള്ള അല്ലെങ്കിൽ തിരിച്ചു കയറാനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോവിഡിൻ്റെ ഘട്ടത്തിലും അതിന് ശേഷവും ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആധാരമായി വരുന്ന കാര്യം എന്ന് പറയുന്നത് ആളുകളുടെ പണമില്ലാത്ത സ്ഥിതിയിലേക്ക് വരികയും ഉൽപ്പാദനത്തെ ബാധിക്കുകയും വലിയ തോതിലുള്ള ഡിമാൻഡ് ക്രൈസിസ് ലോകത്ത് ഉരുത്തിരിയുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അതിശക്തമായ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അത് ഡിമാൻഡ് ക്രൈസിസ് അതൊരു ദൂഷിത വലയമാണ്, അല്ലെങ്കിൽ ഒരു വിഷ്യസ് സർക്കിൾ എന്ന് നമുക്ക് പറയാം. ആ വിഷ്യസ് സർക്കിളിനകത്ത് ഉൽപ്പാദനം കുറയും, സപ്ലൈ ബാധിക്കും, ആളുകൾക്ക് പണമില്ലാതാവും, സാമ്പത്തിക ഞെരുക്കം രൂക്ഷമാവും, ഗവൺമെൻറ്റുകളുടെ വരുമാനം കുറയും. ഇങ്ങനെ ഒരു ദൂഷിത വലയം അല്ലെങ്കിൽ ഒരു വിഷ്യസ് സർക്കിൾ ഫോം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിനെ മറികടക്കുന്ന എല്ലാ രാജ്യങ്ങളും അതിതീവ്രമായ ശ്രമത്തിലാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ഇതിനെ മറികടക്കാൻ നോക്കുന്ന രീതി ഇപ്പോൾ നമുക്ക് കാണാം. ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് ആലോചിക്കുക, അതായത് അധിക തീരുവ മറ്റു രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അങ്ങനെ ആ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിയേ തീരൂ, ഞങ്ങൾക്കത് അവിടെ നിങ്ങൾ നികുതി കുറച്ച് വിൽക്കാൻ ഇത് തരണം, ഇപ്പോൾ റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങാൻ പാടില്ല, ഞങ്ങളുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങണം. അതായത് ഒരു റൗഡിസത്തിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ മാതൃകയിൽ ഒരു മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന, അങ്ങനെയാണ് അമേരിക്കയുടെ പ്രതിസന്ധി മറികടക്കാൻ, ഒരു വശത്ത് ഈ ഡിമാൻഡ് ക്രൈസിസിനെ മറികടക്കാൻ, ഈ വരുമാന ഞെരുക്കത്തെ മറികടക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഈ പ്രതിസന്ധിയുടെ കാണാക്കയത്തിൽപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ആക്ടിവിറ്റികളെല്ലാം കേരളത്തിലെ ഇക്കോണമിയെ വല്ലാതെ ചലിപ്പിക്കുകയാണ്, അതിനൊരു വൈബ്രൻസി കൊടുക്കുകയാണ്. അപ്പോൾ ഈ 90,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിന് നിക്ഷേപ രംഗത്തേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇക്കോണമിയിലുണ്ടായിരിക്കുന്ന വൈബ്രൻസി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ സേനാപതി രാജു ഇവിടെ പറഞ്ഞു 29% GSDPയുടെ 29%. അത് എവിടെയാണ് എങ്ങനെ ഒരു കണക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 29% നിജപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ശരത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു, 15ാമതാണ് കേരളം നിൽക്കുന്നത്. ഈ GSDP ഡെപ്റ്റ് അനുപാതത്തെ സംബന്ധിച്ച് കേരളം വളരെ താഴ്ന്ന നിലയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൈബ്രൻസി, ഈ ഇക്കണോമിക്കായിട്ടുള്ള ഈ സജീവത, ഈ ചലനാത്മകത എന്ന് പറയുന്നത് GSDPയെ വീണ്ടും വർദ്ധിപ്പിക്കും. സംസ്ഥാന GSDPയിലും വരുമാനത്തിലുണ്ടാകുന്ന വർധന സ്വാഭാവികമായിട്ടും GSDPയുടെയും കടത്തിൻ്റെ അനുപാതം കുറയുന്ന നിലയിലേക്ക് വരും. അത് ലോകത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് 60% മുകളിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം 40-45% മുകളിലാണ്. ലോകത്തെ പല രാജ്യങ്ങളിലും 100% മുകളിൽ ഡെപ്റ്റ് GDP അനുപാതം നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊന്നും അങ്ങനെ ഒരു നിയതമായൊരു തിയററ്റിക്കൽ സംവിധാനമോ ഇത്ര പേഴ്സൻറ്റിൽ നിൽക്കണോ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷേ കേരളം താരതമ്യേന വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അത് ഈ പറയുന്ന വൈബ്രൻസി ഉണ്ടാകുമ്പോൾ ഈ 90,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ചലനം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു മാറ്റത്തിലേക്ക്, ഈ പറഞ്ഞ ഡിമാൻഡ് ക്രൈസിസിനെയും ഈ സാമ്പത്തിക മാന്ദ്യത്തെയും ഈ സാമ്പത്തിക ഞെരുക്കത്തെയും മറികടക്കാൻ ലോകരാജ്യങ്ങൾ പാടുപെടുമ്പോൾ വളരെ വ്യക്തമായൊരു മോഡൽ കേരളം ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും നമുക്ക് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കാം. ഇപ്പം 2,000 രൂപ പ്രതിമാസ പെൻഷൻ ആക്കുന്നു, 400 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്നു. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിട്ടുള്ള തുകയായിരിക്കാം. പക്ഷേ മാർക്കറ്റിൽ ആ പൈസ പൂർണ്ണമായിട്ടും അത്തരത്തിൽ കൊടുക്കുന്ന പൈസ, സോഷ്യൽ വെൽഫെയർ മെഷേഴ്സായിട്ട് കൊടുക്കുന്ന പൈസ തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് തന്നെ തിരികെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മാസം ഏതാണ്ട് 2,000-3,000 കോടി രൂപ മാർക്കറ്റിലേക്ക് വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരികയാണ്. ഈ വൈബ്രൻസിയാണ് നമ്മൾ കാണേണ്ടത്. ഈ ഇക്കണോമിയിൽ ഉണ്ടാക്കുന്ന ഈ ചലനാത്മകതയെ നമ്മൾ കാണണം. അപ്പോൾ അത് ബേസിക്കലി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, സ്കൂള്, ആശുപത്രി കെട്ടിടങ്ങൾ, ഇതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ, വലിയ സൗകര്യങ്ങൾ വരുമ്പോൾ തന്നെ ഭാവിയിലെ സാമ്പത്തിക കേരളത്തിന് വലിയൊരു ഉത്തേജകമായി മാറുന്നു. ആ ഉത്തേജനം വരുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന GDPയിൽ വർധനയുണ്ടാവും, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ വർധനയുണ്ടാവും. സ്വാഭാവികമായി തന്നെ ഡെപ്റ്റ് GDP റേഷ്യോ താഴേക്ക് പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അപ്പം ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് കേവലം
ഒരു ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കുറച്ച് പൈസ നിക്ഷേപിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് പോയത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനപ്പുറത്ത് അത് ഭാവി കേരളത്തെയാണ് രൂപപ്പെടുത്തുന്നത്. ഒരു 25 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട്. കഴിഞ്ഞ ദിവസം KM എബ്രഹാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് കണ്ടത്. അദ്ദേഹം പറയുന്നത് കിഫ്ബിയുടെ നല്ലത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വരാനിരിക്കുന്നതേ ഉള്ളൂ. കേരളം ഈ നിക്ഷേപത്തിൻ്റെ ഇപ്പം നടത്തിയ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ, അത് പറയാതെ പോകാൻ വഴിയില്ല. അതായത് നമ്മൾ എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വികസനം നമുക്ക് ആവശ്യമാണെന്ന് എല്ലാവരും പറയണു. നല്ല റോഡ് വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. എങ്ങനെയാണ് ബഡ്ജറ്റിൽ നിന്ന് നീക്കിയിരിപ്പ് കൊണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടത്താൻ കഴിയുക? അങ്ങനെ ഏത് ഗവൺമെന്റിന് സാധിക്കും? ഒരു ഗവൺമെന്റിന് സാധിക്കില്ല. കാരണം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ മറ്റു രീതിയിലെ കടം കൊടുക്കുന്നതിനുള്ള തിരിച്ചടയ്ക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെലവഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് മാറാൻ പൈസ നിസ്സാരമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭാവി കേരളത്തെ കണ്ടുകൊണ്ട് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ അത് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇക്കണോമിക്കലിയാണ് ഞാനിതിനെ ആ ആംഗിളിലൂടെ നോക്കി കാണുന്നു. മറ്റേ ആംഗിൾ വേറെ നമുക്കുണ്ട്. പക്ഷേ ഇക്കണോമിക് ആംഗിളിലൂടെ നോക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വൈബ്രൻസി, ഇക്കണോമിക് ആയിട്ടുള്ള ചലനാത്മത, ആ ചലനാത്മത ഉണ്ടാക്കുന്നത്, ആ പ്രതിസന്ധിയെ കേരളം മറികടക്കുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു മോഡലാണ്. ഒരു രാജ്യത്തിനും ഒരു ഇക്കോണമിക്കും ഇത്തരം ഒരു മാതൃക ലോകത്തിന് മുമ്പാകെ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളുകളെ ഭീഷണിപ്പെടുത്തിയും തിരുവുയർത്തിയും എണ്ണം ഞങ്ങളുടെ അടുത്ത് വാങ്ങിക്കണമെന്ന് റൗഡിസത്തിന്റെ ഭാഷയെ സംസാരിച്ചൊക്കെ സ്വന്തം ഇക്കോണമിയെ രക്ഷിക്കാൻ കേരളത്തിലെ ചർച്ചകളിൽ ഒരു കാലത്ത് കേരളം ഒരു വലിയ മോഡലാണ്. കേരളത്തിലെ ഞാൻ വരുന്നു ശ്രീ ജോർജ് ജോസഫ്, അതായത് ഒരു കാലത്ത് ചർച്ചകളിൽ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു ശ്രീലങ്ക പോലെ തകരാൻ പോകുന്ന കേരളം എന്നുള്ളതായിരുന്നു. ശ്രീലങ്ക തകർന്നുമില്ല. ശ്രീലങ്ക തിരിച്ച് അതിഗംഭീരമായി ലോകം ഉറ്റുനോക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പുതിയ ഭരണക്രമത്തിലേക്ക് വന്നു. കേരളം പുതിയ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ആരും അങ്ങനെ തകരുമൊന്നുമില്ല. അതെല്ലാം വെറും പറച്ചിലാണ്. യെസ്, അതാ പറഞ്ഞ കേരളവും ആ രീതിയിൽ തന്നെ കണക്കുകൾ അവതരിപ്പിച്ച് മാറ്റത്തെ ഡോക്യുമെൻ്റ് ചെയ്ത് ചൂണ്ടിക്കാട്ടി തന്നെ മുന്നോട്ട് പോകുന്നു. ഞാനൊരു സന്ദർഭം ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂ. ഞാൻ ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂറിലേക്ക് ഈ കാര്യത്തിൽ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ കേരളമാകെ സഞ്ചരിക്കുന്നയാളാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലയിലും അതുപോലൊരു രാഷ്ട്രീയ ജീവി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലൊക്കെ ഇതിൻ്റെ ഒരു സാമൂഹ്യപരമായ വശത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആകാംക്ഷ താങ്കൾ ഇതേക്കുറിച്ച്. കാരണം സാമ്പത്തികമായി ഇതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ എങ്ങനെ ഈ കാലത്തെ ഈ അനുഭവങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ കാട്ടിയതുപോലെ തന്നെ അക്കാലത്തെ പ്രതിപക്ഷ നേതാവിനെ കൂടി ഒന്ന് കാണേണ്ടതുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഒന്ന് കാണാം. കിഫ്ബി വലിയ കൊട്ടിഘോഷിക്കുന്ന കിഫ്ബിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം എത്ര? കഷ്ടിച്ച് 4000 കോടി രൂപ. അപ്പം 4000 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് നാട്ടിൽ വികസനം നടക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയ ആളുകളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ധനകാര്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് സി ഷുക്കൂർ വക്കീൽ, അദ്ദേഹം ഒരു 50,000 വരെയാണ് കണ്ടത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന 90,000 കോടിയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. കബളിപ്പിക്കൽ എന്ന നിലയിലാണ് ആ വരവിനെ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ ഒക്കെ അന്ന് പ്രതിപക്ഷ നേതാവ് കണ്ടത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എന്നാണോ താങ്കളെ അടക്കം ശ്രീ സേനാപതിയും ബോധ്യപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ സമീപനം? ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലിനെ കുറിച്ച് 2 ദിവസം മുമ്പ് ശരത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ആദ്യമായി പ്രതിപക്ഷത്ത് പത്രക്കാരെ കണ്ടത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം ആവർത്തിച്ചത് 2021 മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണമായിരുന്നു, ഇത് അടുത്ത ഗവൺമെൻറ് തലയിൽ വെക്കാനുള്ള പരിപാടിയാണെന്ന്. അത് തന്നെ ഡിറ്റോ ആവർത്തനമായിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം ചെയ്തത്. നമ്മളെ സാധിപ്പിക്കാനേ കഴിയൂ. ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത്, ഞാനിപ്പം വയനാട്ടിൽ അല്ലെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പല സ്ഥലത്തും സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് അഭിഭാഷകനാക്കി യാത്ര ചെയ്യുന്നതൊക്കെ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റം കാണുന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ പല സ്കൂളുകളും പൂട്ടിപ്പോകാൻ ശ്രമിച്ചത്. കോഴിക്കോട്ട് വലിയ തോതിൽ സമരമൊക്കെ നടത്തിയിരുന്നു. അവിടുത്തെ
ഒരു സ്കൂൾ പൂട്ടുന്ന ഘട്ടം മലാപ്പറമ്പ്. എന്നിപ്പോൾ അതിനുശേഷം കഴിഞ്ഞ നമ്മുടെ സ്കൂളുകളുടെ നിലവാരം, മലാപ്പറമ്പ് സ്കൂൾ, നമ്മുടെ സ്കൂളുകളുടെ നിലവാരം പരിശോധിച്ചാൽ കേരളത്തിൻ്റെ അങ്ങും ഇങ്ങോളം, അത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാറ്റം സ്കൂളുകളിൽ കാണാൻ കഴിയും. അത് ലിഫ്റ്റുള്ള സ്കൂളുകളുണ്ട്. നമ്മൾ ആലോചിക്കണം, ലിഫ്റ്റുള്ള സ്കൂളൊന്നും കേരളത്തിൽ ചിന്തിക്കാൻ ഒരു 10 കൊല്ലം മുമ്പ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. നമ്മൾ ഓല ഷെഡിലാണ് എൻ്റെ 7, 8, 9 ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. ഓല ഷെഡിലാണ്. ഇന്ന് ആ സ്ഥലത്ത് ഗംഭീര കെട്ടിടങ്ങളാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് എൻ്റെ നാട്. അപ്പം അതുപോലെ തന്നെ ആസ്പത്രികൾ, നമ്മളിപ്പോൾ നേരത്തെ സജീഷ് സൂചിപ്പിക്കുകയുണ്ടായി, ശ്വാസകോശ മാറ്റം നടത്താൻ മാത്രം പര്യാപ്തമായ രീതിയിലേക്ക് എക്വിപ്ഡായി നമ്മുടെ ആസ്പത്രികൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ആസ്പത്രിയും സ്കൂളും അതിനേക്കാൾ മികവുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ. ഇപ്പം നമ്മൾ എത്ര ഭംഗിയുള്ള റോഡുകളാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരുപക്ഷെ 10 വർഷം മുമ്പ് 12, 13 വയസ്സ് പ്രായമുണ്ടായിരുന്ന കുട്ടികൾ ഇപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ 22, 23 വയസ്സ് പ്രായം ഉണ്ടാവും. അവരുടെ ഓർമ്മയിൽ പോലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പോൾ ഉണ്ടാവില്ല. നമ്മളൊരു വലിയ പ്രശ്നം അതാണ്. ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്താൻ ഇതില്ലാതിരുന്നൊരു കാലത്തെക്കുറിച്ച് അവർക്ക് നമ്മൾ ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു സർവ്വതല സ്പർശിയായി ഈ വികസനം, കിഫ്ബിയുടെ ഈ ഫണ്ടിങ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇപ്പം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഈ ക്ലബ്ബിൽ ഷട്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളവിടെ വളരെ സീനിയറായ ഒരു കോൺട്രാക്ടർ ഉണ്ട്, ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ പേര്, കാസർഗോട്ടെ ഈ ഭാഗത്തുള്ളവർക്കറിയാം. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം PWD കോൺട്രാക്റ്റാണ്. കഴിഞ്ഞ 10 വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഴിമതിരഹിത PWD ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കിഫ്ബിയുടെ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ 7 ലെയറിൽ പരിശോധന ഉണ്ടാവും. ഓരോ എൻജിനീയേഴ്സും വന്ന് അവർ വ്യത്യസ്തമായ കൊറി പറഞ്ഞ് അതിൽ ഓരോ സംഗതി പരിശോധിച്ച ശേഷം കിഫ്ബിയുടെ ഫണ്ട് പാസ്സാവുകയുള്ളൂ. നാഷണൽ ഹൈവേൻ്റെ കാര്യം, ഈ നാഷണൽ ഹൈവേ പൊളിഞ്ഞ സമയത്താണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ എഞ്ചിനീയർമാരാണ്. അത് വലിയ ദുരന്തമാണ്. സർക്കാർ എഞ്ചിനീയർമാരല്ല പരിശോധിക്കുക. ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന പ്രത്യേക എൻറ്റിറ്റി ഉണ്ടെങ്കിലും അതിന് പരിശോധന നടത്തുന്ന പ്രത്യേക ടീമിനെ തന്നെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. ആ എഞ്ചിനീയർമാർ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. ഏതെങ്കിലും രീതിയിൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എഞ്ചിനീയർമാർക്കുണ്ട്. അത്രയും കർശനമായ രീതിയിൽ, സൂക്ഷ്മമായ രീതിയിൽ നമ്മുടെ നാടിൻ്റെ വരും തലമുറക്കോ 25, 30 അല്ലെങ്കിൽ 50 വർഷത്തിന് ശേഷവും ഈ നാട്ടിലെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ സംഗതി. നമ്മളൊക്കെ നേരത്തെ പല സ്ഥലത്തും നമ്മൾ പറയുന്നത് കെട്ടിടങ്ങൾ, ഗവൺമെൻറ് കെട്ടിടങ്ങൾ പൊളിഞ്ഞാൽ, കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു 10, 20 കൊല്ലം മുമ്പൊക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു. ഏത് ഗവൺമെൻറ് ആയാലും ഘട്ടത്തിലായാലും ശരി. പക്ഷേ ഇപ്പോഴ് PWD ആയാലും കൊള്ളാം, കിഫ്ബിയുടെ എഞ്ചിനീയേഴ്സ് ആയാലും കൊള്ളാം, വളരെ കർക്കശമായി നാട്ടിലെ അടുത്ത തലമുറക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിൽ 10, 20, 30 കൊല്ലത്തിന് ശേഷവും ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മാറ്റാൻ പുതിയ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്കൂളുകളെയും അതുപോലെ തന്നെ ആസ്പത്രികളിലെയും റോഡുകളിലെയും വികസനം ഉണ്ടാക്കുന്നതെന്ന് മാത്രം, അതുണ്ടാക്കുന്ന മേന്മ നമുക്ക് നല്ല റോഡിൽ കൂടി യാത്ര ചെയ്യാൻ കഴിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ധനക്ഷമത കൂടുകയാണ്, ആരോഗ്യത്തിന് നമുക്ക് അതിൻ്റെ മെച്ചം കിട്ടുന്നുണ്ട്, നമുക്ക് എത്രയും വേഗത്തിൽ ഓരോ സ്ഥലങ്ങളിൽ എത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചികിത്സക്ക് വേഗത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്, ടൂറിസ്റ്റുകളെ കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ സർവ്വതലത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുന്നതിന് വേണ്ടി ചലനാത്മകമായ ഒരു എക്കോണമിക് സൊസൈറ്റിയായി കേരളത്തെ മാറ്റി, സാധാരണഗതിയിൽ നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മുടെ. ഞാൻ ഷുക്കൂർ വക്കീൽ ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഷുക്കൂർ വക്കീൽ, അതായത് നമ്മൾ ഈ കിഫ്ബിയുടെ ഈ ഇടപെടൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിങ്ങനെ നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ ഇന്ന് കണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതിലൊരു കാര്യം കൂടി താങ്കളോട് ചോദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ കിഫ്ബിയുടെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന സമയം മുതൽ ഈ സമയം വരെയും ഇതിനെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ പിശക് സംഭവിച്ചിട്ടുണ്ടോ? താങ്കളുടെ ഒരു ബോധ്യം എന്താണ്? അതുകൂടി ഒന്ന് ചുരുക്കി പറയാമോ?
തീർച്ചയായും അത് നമ്മുടെ ഈ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ നമ്മുടെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം പ്രഖ്യാപിക്കുകയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി MP രാജേഷ് അദ്ദേഹത്തെ വിമർശിച്ചു എന്ന് പറയുന്നില്ല. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വിമർശിക്കല്ലേ ഞങ്ങൾ ദൗത്യം. വളരെ തെറ്റായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ. കിഫ്ബിയെ സംബന്ധിച്ച് ഇപ്പം സജീഷ് സൂചിപ്പിച്ചു, PK ബഷീറിൻ്റെ പ്രസംഗം വളരെ വൈറലാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന് മാത്രമല്ല, സീതി ഹാജിയുടെ മകനാണ്, ഏറനാട്ടിലെ MLA ആണ്. അദ്ദേഹം വളരെ ശക്തമായി നിയമസഭയിൽ ഗവൺമെൻറ് വിമർശിക്കുന്നയാളാണ്. അദ്ദേഹമാണ് കിഫ്ബി ഫണ്ട് കൊണ്ട് ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് എൻ്റെ മണ്ഡലത്തിലാണെന്നും ഏറ്റവും അധികം സ്കൂളുകൾ ഈ ഗവൺമെൻറ് നൽകിയത് ഈ ഏറനാടാണെന്നും അദ്ദേഹം പറയേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാക്കളെടുത്ത സമീപനം തെറ്റാണെന്ന് അവരുടെ അംഗങ്ങൾ തന്നെ നിരന്തരം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ ഒരു MLAക്കും പരാതിയില്ല. ഒരു MLAക്കും അവർ ആ നാട്ടിൽ ആവശ്യമുള്ള കെട്ടിടങ്ങൾ ഇപ്പം നമ്മുടെ ജനസമ്പർക്ക സദസ്സ് കഴിഞ്ഞിട്ട് 40 MLAമാർ ബഹിഷ്കരിച്ചല്ലോ. UDFൻ്റെ 40 MLAമാർ ബഹിഷ്കരിച്ചു. ആ ബഹിഷ്കരിച്ച MLAമാരുടെ മണ്ഡലത്തിൽ കൂടി കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി അടക്കമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം UDFൻ്റെ MLAമാരും പ്രതിപക്ഷ നേതാക്കളും ഈ 2016 ഗവൺമെൻറ് ഘട്ടത്തിലും 2021 ഗവൺമെൻറ് ഘട്ടത്തിലും കിഫ്ബിയുമായി എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നുവെന്നും അവർ സമൂഹത്തിൽ അത് തുറന്നു പറയാനുള്ള മാന്യത കാണിക്കണമെന്നാണ് എനിക്ക് അവരുടെ അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, ഞാൻ ശ്രീ സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ഞാൻ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അക്കാലത്ത് 16 മുതൽ അങ്ങോട്ട് വലിയ തോതിൽ മാധ്യമങ്ങൾ കിഫ്ബി ഒരു വലിയ വിവാദ പരിസരത്ത് നിർത്തുകയാണ് ഉണ്ടായത്. പക്ഷേ അതിൽ നിന്നൊക്കെ അതൊന്നും കിഫ്ബിയെ തളർത്തിയില്ല. അതിനെ നയപരമായി സമീപിച്ച സർക്കാർ അതൊന്നും കൊണ്ട് മുട്ടുമടക്കിയില്ല, മുന്നോട്ട് തന്നെ പോയി. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അക്കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയാണ്, അതിൻ്റെയൊക്കെ സ്ഥിതി നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പവർ കട്ട് ഇല്ലാത്തൊരു കാലമാണ്. 10 വർഷത്തിനിപ്പുറം ഒരു 18 വയസ്സിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വോട്ടറെ സംബന്ധിച്ച് ആ കാലത്ത് 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അവരുടെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമൊന്നുമല്ല ഇന്ന് കേരളത്തിൽ. അത് ഇപ്പോൾ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട 5200 കോടി രൂപയാണ് കിഫ്ബി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെലവാക്കിയിട്ടുള്ളത് എന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ കിഫ്ബി എന്നുള്ളത് UDF സർക്കാരിൻ്റെ കാലത്ത് വന്നതാണ്. അത് സമ്മതിക്കുന്നുമുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് അക്കാലത്ത് പറഞ്ഞതാണ്. ഒന്ന് കാണാം. ഒരിക്കലും ഇല്ലാതാക്കില്ല. കാരണം കിഫ്ബി എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അതിനകത്തെ നടപടിക്രമങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്തരമൊരു സംവിധാനം വേണമെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുവന്നത് തന്നെ UDF ആണ്. കിഫ്ബി കൊണ്ടുവന്നത് UDF ഗവൺമെൻറ് കാലത്താണ്. അത് നിയമനിർമ്മാണമായത് ഈ ഗവൺമെൻറ് കാലത്താണ്. ഞങ്ങളതിലെ അപാകതകളാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീ സേനാപതി, ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകൾക്ക് പിന്നീട് ഒരു 5 വർഷക്കാലം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരിക്കാൻ കഴിഞ്ഞിട്ടും അതുപയോഗിച്ച് ബജറ്റിനും അപ്പുറത്ത് നിന്ന് കേരളത്തിൻ്റെ ഒരു വികസനത്തിലേക്ക് അതിനെ ചലിപ്പിക്കാനേ കഴിഞ്ഞില്ല. മാത്രമല്ല കഴിഞ്ഞൊരു 10 വർഷക്കാലം ആ സാധ്യതയെ മുന്നോട്ട് കൊണ്ട് അത് രമേശ് ചെന്നിത്തല സമ്മതിക്കുന്നുണ്ട്. അത് ആ നിലയിലേക്ക് പിന്നീട് കൊണ്ടുവന്നത് തുടർച്ചയായി പിണറായി സർക്കാരാണ്, ഈ 2 സർക്കാർ. അങ്ങനെ അതിനെ ഏറ്റവും മികവോടെ മുന്നോട്ട് കൊണ്ടുപോയി, അഴിമതിയില്ലാതെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. അതാ തീർച്ചയായും ആ സർക്കാരിനെ ഇപ്പം പ്രതിപക്ഷം എങ്ങനെയൊക്കെ ഒരു നറേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി ഈ സർക്കാരുകൾക്ക് ഒരു വലിയ മികവും ജനങ്ങളുടെ അംഗീകാരവും നേടിക്കൊടുത്ത സംവിധാനം തന്നെയാണല്ലോ. അതിലെന്തെങ്കിലും സംശയം ഒരുപക്ഷെ രാഷ്ട്രീയമായി നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ നോക്കൂ, ഇപ്പോൾ നമുക്കറിയാം അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് എന്ന് പറയുന്നത് എന്താണ്? ധനലഭ്യത. ആദ്യം ചോദിച്ചു പ്രതിപക്ഷം, ഈ പൈസ ഇത് എവിടെ നിന്ന് കിട്ടാൻ പോകും, എന്തെല്ലാം തരത്തിലാണ് പറഞ്ഞുവെന്ന് നമുക്കറിയാം. അന്നത്തെ സഭ ഗുണനിലവാരം നേരത്തെ ശ്രീ ഷുക്കൂർ വക്കീൽ പറഞ്ഞ് നമ്മൾ കേട്ടു. സമയക്രമം അതും വളരെ പ്രധാനമാണ്. പദ്ധതികൾ പതിറ്റാണ്ടുകളോളം കിടന്ന് ഇഴയുകയല്ല, സമയക്രമത്തിനനുസരിച്ച് പൂർത്തീകരിച്ച് സമർപ്പിക്കുന്ന നിലയിലേക്ക് മാറുന്നു. അപ്പോൾ ഇത് ഒരു സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ്. എന്താ സംശയം? ഞാൻ ശരത്തെ അങ്ങ് ഇടുക്കിയിൽ വരുന്നുണ്ടെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജും അങ്ങൊന്ന് കാണണം. നെടുങ്കണ്ടത്ത് കിഫ്ബിയിൽ പണിയുന്ന നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടവും അങ്ങൊന്ന് കാണണം എന്നുള്ളതാണ്. പിന്നെ ഇടുക്കിയിൽ കിഫ്ബിയിൽ അനുവദിച്ചു എന്ന് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പറയുന്നതാണ് 4ാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോലയിൽ.
ആയുർവേദ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം വന്ന് ബഹുമാന്യായ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. മെഡിക്കൽ കോളേജിൻ്റെതായിട്ട് ഒരു തൂണ് പോലും, ഒരു ഇഷ്ടിക പോലും ഇതുവരെയും വെച്ചിട്ടില്ല. ഇതാണ് കിഫ്ബിയുടെ. ഇനി ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഇവിടെ സ്കൂളില് എന്താ പറഞ്ഞ ലിഫ്റ്റ് കാണുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയണം, തൃശ്ശൂർ വഴി അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ ഈ കിഫ്ബിയിൽ പണിതിട്ട് രണ്ടാമത്തെ കൊല്ലം 24 മാസം തികയുന്നതിന് മുമ്പ് ഇടിഞ്ഞു വീണ ഒരു സ്കൂള് തൃശ്ശൂർ ജില്ലയിലുണ്ട്. ഇപ്പൊ ഞാൻ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ശരത്തിന് പിന്നെ അത് അയച്ചു തരാം, പിന്നെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട്. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സാർ പറയുന്നത് അല്ല, എനിക്ക് ഞാൻ ദയവായി അങ്ങനെ തോന്നരുത്, എങ്കിലും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒരു സ്കൂളിൻ്റെ ഒരു നിർമ്മാണത്തിലിരിക്കുക എന്നുകൂടി പറയണം, പൂർത്തീകരിച്ച് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല. ആ കണക്ക് നോക്കരുത്. 914 പുതിയ സ്കൂളുകൾക്ക് ധനാനുമതി. ഇപ്പോഴത്തെ സാഹചര്യം 586 എണ്ണം പൂർത്തിയായി. 493 കോടി ചെലവിൽ 44,705 ഹൈടെക് ക്ലാസ് മുറികൾ, 292 കോടി ചെലവിൽ 11,257 ഹൈടെക് ലാബുകൾ. ഇത്രയും ചെയ്തതിൽ നിന്ന് വളരെ സമർത്ഥമായിട്ട് ഒരു കേസ് സേനാപതി അവതരിപ്പിച്ചു എന്നുള്ളത് ഗംഭീരമായിട്ടുണ്ട്. പറഞ്ഞോളൂ. അല്ല 7 ലെയർ പരിശോധന നടത്തുന്നു എന്നാണല്ലോ അദ്ദേഹം നമ്മളോട് ഈ 7 ലെയറിന്റെ ഒരു ബൾക്കാണ് ഞാൻ പറഞ്ഞത്. അത് പൂർത്തീകരിക്കുന്ന സമയത്താണ് സർ. താങ്കൾ ഈ പറഞ്ഞ കേസ് നിർമ്മാണത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ്. പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പണം കിട്ടണമെങ്കിലുള്ള പരിശോധനയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞോളൂ. പൂർത്തീകരിക്കാത്തത് നന്നായി. പൂർത്തീകരിച്ചെങ്കിൽ കൂളിമാട് പാലം പോയ പോലെ, കുര്യാട് ദേശീയപാതയുടെ ഇടിഞ്ഞു വീണ പോലെ ആളുകളുടെ കുട്ടികളുടെയും തലയിലോട്ട് വീണ്. ഇനി ഈ പക്ഷേ പാലാരിവട്ടം പോലെ ആവില്ലായിരുന്നു കേട്ടോ. ഇല്ല, പാലാരിവട്ടം പാലത്തിന് ഒരു കുഴപ്പമില്ല സാർ. ആ പാലം ഇപ്പോഴും ഇരിക്കുന്നു. പാലാരിവട്ടം അതുകൊണ്ടാണല്ലോ മെട്രോമാനെ കൊണ്ട് അത് പുതുക്കി ശക്തിപ്പെടുത്തേണ്ടി വന്നത്, ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. അല്ല, അന്നത്തെ മന്ത്രി ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ വെയിറ്റ് ടെസ്റ്റ്, അതിന്റെ മുകളിൽ ഭാരം കയറ്റിയിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം അതിന്റെ അകത്ത് അഴിമതി ഉണ്ട് എങ്കിൽ അത് പറയും. അത് ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ. ഹൈക്കോടതി ബോധ്യപ്പെടുത്തായിരുന്നില്ലേ? അല്ല, അതല്ലേ ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചത് പാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടിഞ്ഞു വീണ പോയതില്ലല്ലോ. കൂളിമാട് പാലം എന്താ പറഞ്ഞേ, അതിന്റെ സ്പാൻ എല്ലാം കൂടെ താഴോട്ട് പോയത് അത് VK ഇബ്രാഹിം കുഞ്ഞ് പണിതിന്റെ പാലമല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി കൊല്ലത്ത് അത് നിർമ്മാണത്തിലിരിക്കുകയാണ്. പാലാരിവട്ടം പാലം തുറന്നു കഴിഞ്ഞതിന് ശേഷമാണ് അടച്ച് പുതുക്കി പണിതത്. അതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ്. അതാണ് രസം. പറഞ്ഞോളൂ. കൊല്ലത്തൊരു സ്കൂളിന്റെ സൈഡില് ചെരുപ്പ് എടുക്കാനായിട്ട് കയറിയ കുട്ടി മരിച്ച സംഭവം നമുക്കറിയാമല്ലോ. അപ്പൊ ആ സ്കൂളിന്റെ ചിത്രമൊക്കെ കാണിച്ചു. കിഫ്ബിയില് പുറത്ത് ജനങ്ങളോട് പറഞ്ഞ കിഫ്ബിയിൽ ഭയങ്കര സംവിധാനമാണ് ഈ സ്കൂളുകളിൽ എന്നുള്ളതാണ്. അപ്പോ ഇതൊന്നും ശ്രീ ഷുക്കൂർ അതൊരു എയ്ഡഡ് സ്കൂളാണ് ശ്രീ സേനാപതി. എയ്ഡഡ് സ്കൂളുകൾക്കാണോ ഈ കിഫ്ബി ഫണ്ട് വരുന്നത്? അത് സർക്കാർ സ്കൂളാണ്. എന്താണ് സേനാപതി ഇങ്ങനെയൊക്കെ പറയുന്നത്? എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂളാണ്. മാനേജ്മെന്റ് സ്കൂളുകൾക്കല്ല കിഫ്ബി ഫണ്ട് പോകുന്നത്. അല്ലെന്ന് ഞാൻ പറയുന്നു. ഏത് മാനേജ്മെന്റ് സ്കൂളിലാണ് നടത്തുന്നത്? മാനേജ്മെന്റ് സർക്കാരിന്റെ സഹായത്തോടു കൂടി അവിടെ CPM പാർട്ടിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ടെന്ന് പറഞ്ഞാണ്. ഷുക്കൂർ വക്കീൽ എങ്ങനെയുണ്ട്? എന്താണ് ഷുക്കൂർ വക്കീൽ അതിലെവിടെയാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്? ഒന്ന് പൊരുത്തം. സ്കൂളല്ല അത്. ആ കുട്ടി ഇലക്ട്രിക് ലൈനിൽ കുട്ടി മരിച്ചത് ഗവൺമെന്റ് സ്കൂളിലല്ല. ഇല്ല ശരത്തെ, അങ്ങ് പറയുന്നു കേരളം പവർ കട്ട് ഇല്ലാത്ത കേരളം പവർ കട്ട് ഇല്ലാത്തതിന് കാരണം അത് ശ്രീ ആര്യാടൻ മുഹമ്മദും ഉമ്മൻചാണ്ടിയും, ആര്യാടൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ വൈദ്യുതി ലഭിക്കുന്നതിനുണ്ടായ 3 കരാറുകൾ. ആ കരാറുകൾ വഴി അവരുടെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നോ? ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു അവർ ഭരിച്ച കാലത്ത് കേരളത്തിൽ? എന്നാ പവർ കട്ട് ഉണ്ടായിരുന്നത്? കേരളത്തിൽ പവർ കട്ടിന്റെ കാലമൊക്കെ പോയെന്നേ. അതാ പറഞ്ഞേ പോയി. ഞാൻ ചോദിച്ചത് കേരളത്തിൽ ഭരണകാലത്ത് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടായിരുന്നോ? അല്ല, കേരളത്തിൽ 2016 ശേഷം ആ അവസ്ഥയുണ്ടോ? ചോദ്യം. 2016 ശേഷവും ആ അവസ്ഥയ്ക്ക് മഴയുള്ളപ്പം ഇടുക്കി ഡാമിലും ജലവൈദ്യുത പദ്ധതികളിലും വെള്ളമുള്ളപ്പോ, അല്ലാത്തപ്പോ പുറത്ത് അല്ലാത്ത മുമ്പും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് എപ്പോഴാ പവർ കട്ട് ഉണ്ടായിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രീനിവാസന്റെ ഒരു സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന ആ സിനിമ തുടങ്ങുന്നത് അതിമനോഹരമായ ഒരു പവർ കട്ട് കാലത്തിലൂടെയാണ്. ആ കാലം ഏതായിരുന്നു? 16 ശേഷമാണോ? ചിന്താവിഷ്ടയായ സീതയൊക്കെ അതിനൊക്കെ മുമ്പ് വന്ന ഭാവനയിൽ ഓരോരുത്തർ ഒന്ന് വളരെ ക്യുക്കായിട്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കണം. അതിന് മുമ്പ് ചെറുതായിട്ട് ഇടപെടാം. താങ്കൾ ഉൾപ്പെടെ 40 മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. എന്നോടല്ല, ഇന്നലെ ഒരു TV ചർച്ചയില് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ്
അല്ല, മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നുണ്ട് നമ്മളെ ഈ പെൻഷൻ രൂപ 1600 ആക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന്. അതുപോലെയാണ് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത്. സജീഷ് എന്താ പറയാൻ വന്നത്? അല്ല, സാറിന് ആ കാര്യത്തിന് സംശയമുണ്ടോ? 75 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ 1600 ഞാൻ ഒരുമിച്ച് പറഞ്ഞോളാം, ശരി, ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹം അവസാനിക്കട്ടെ, എന്നിട്ട് ഒരുമിച്ച് പറഞ്ഞോളാം. അല്ല, ആ കാര്യത്തിൽ തർക്കമുണ്ട്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. അല്ല, പ്രശ്നമില്ല. ഞാൻ അല്ല, കേട്ടു. സേനാപതി താങ്കൾ പറഞ്ഞിട്ട് പറഞ്ഞോളാന്നാ പറഞ്ഞേ. സേനാപതി താങ്കൾ പറഞ്ഞിട്ട് പറഞ്ഞോളാന്നാ പറഞ്ഞേ. ഇല്ലെന്നേ. അല്ല, നിങ്ങൾ സംസാരിക്കും, ഞാൻ കേട്ടോണ്ടിരുന്നോളാം. ഓക്കെ. അയ്യോ, അങ്ങനെ പറയല്ലേ. സേനാപതി സംസാരിച്ച ശേഷം ഇടപെടാനില്ല എന്നാ പറഞ്ഞത്. അത് ശരത്തെ അത് ഒരു ഡിബേറ്റിൽ അത് ശരിയായ ഒരു കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പൊ ആശുപത്രിയുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. ആശുപത്രിയിൽ എക്യുപ്മെന്റ്സ് സംഭാവന ചെയ്ത ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു ആശുപത്രിയിൽ വന്നിട്ട്. എന്താ കാരണം? ഇത്രയും വലിയ സംവിധാനമുള്ള കിഫ്ബിയിലുള്ളവർ എന്താ ഇത് കൊടുക്കാത്തത്? മെഡിക്കൽ കോർപ്പറേഷന് മരുന്ന് ഉണ്ടാക്കി സപ്ലൈ ചെയ്തതിന് 2500 കോടി രൂപ അവർക്ക് കൊടുക്കാനുള്ളവൻ ഇനി മരുന്ന് സപ്ലൈ ഇല്ല എന്ന് അവർ പറയുന്നു. നിങ്ങൾ കേരളം പുതിയ എന്തോ സംവിധാനത്തിലേക്കായി റോഡിൽ മുഴുവൻ ഇറങ്ങിയോ? അവിടെ മുഴുവൻ പാലൊഴുകുന്നു, തേരൊഴുകുന്നു. കേരളത്തിലെ യഥാർത്ഥ സാഹചര്യം അതൊന്നുമല്ല. യഥാർത്ഥ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. വലിയ പ്രതിസന്ധി. നിങ്ങൾ ഇതൊന്നും കാണിച്ചാലൊന്നും സജീഷ് കേരളത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ബോധ്യം മാറാൻ പോകുന്നില്ല. വളരെ ചുരുക്കി, നമുക്ക് 8:50 അതുകൊണ്ടാണ് ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം. സജീഷ് പ്ലീസ്. വരാം ജോർജ് ജോസഫിലേക്ക് വരാം. ശ്രീ ശരത്ത്, ഒരു കാര്യം, ഞാൻ ശ്രീ സേനാപതി സംസാരിച്ചോട്ടെ എന്ന് കരുതിയത്, അദ്ദേഹം സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഫുട്ബോൾ മത്സരത്തിലൊക്കെ ഈ ബോള് കിട്ടുമ്പോഴുള്ളൊരു ആവേശമില്ലേ, അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? 4500 സ്കൂളുകൾ അടച്ചുപൂട്ടി MT വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ മനുഷ്യർക്ക് സമരം ചെയ്യേണ്ടി വന്ന കാലമാണ് UDFൻ്റെ കാലം. അദ്ദേഹം ജീവിതത്തിൽ ഒരു സമരം ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് 44,700 സ്കൂളുകൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയ, കിഫ്ബി ഉപയോഗിച്ച് മാറ്റിയ കേരളം എന്ന് പറയുന്നത്. 40,000-ൽ പരം സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് സ്കൂളുകളാക്കി മാറ്റിയ കേരളം എന്ന് പറയുന്നത്. 45,000-ഓളം സ്കൂളുകൾ. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം ഓർമ്മകളെ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ഓർമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. UDFൻ്റെ കാലത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ശ്രീ സേനാപതിയെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഈ ചർച്ച കാണുന്ന വീട്ടിലുമെല്ലാം ഒരു ബൾബുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരിക്കും. അതിൻ്റെ പേര് 110 വോൾട്ട് ബൾബ് എന്നാണ്, വണ്ടർഫുൾ എന്നാണ് പറയുക. ആ വണ്ടർഫുൾ ഒന്ന് വാങ്ങിത്തരാൻ വേണ്ടി പറ്റുമോ? ശ്രീ സേനാപതിക്ക് ഇപ്പോൾ ചർച്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കേരളത്തിൽ കിട്ടാനില്ല. അത് നിങ്ങളുടെ കാലത്ത് മാത്രം വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് വെക്കേണ്ടി വന്ന ബൾബാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങിൻ്റെയും കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് മറന്നുപോയി എന്ന് നിങ്ങൾ കരുതരുത്. ഇത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി വിശദമായി കാണേണ്ടത്, ഇപ്പോൾ കിഫ്ബി UDF കൊണ്ടുവന്നാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു. 1999 നവംബർ 11 നായനാർ സർക്കാരാണ് കിഫ്ബി അവതരിപ്പിക്കുന്നത്. അതിനെ ഉപയോഗപ്പെടുത്താൻ UDF തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഗുണമായി മാറുമ്പോൾ ആ ഗുണത്തെ തങ്ങളുടേതാണ് എന്ന് പറയുന്ന സ്ഥിരം സ്വഭാവത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കൂളിമാട് പാലത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. പറ്റുമെങ്കിൽ യാത്രാക്കൂലി ഞാൻ തരാം സുഹൃത്തെ. പണിക്കിടയിൽ അപകടമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ കൂളിമാട് പാലം ഒന്ന് പോയി കാണണം. ഇപ്പോൾ കിഫ്ബിയിലൂടെ തന്നെ നിർമ്മിച്ച ആ പാലത്തിൻ്റെ മനോഹാരിതയും കെട്ടുറപ്പും കാണണം. പിന്നെ പാലാരിവട്ടം പാലത്തിൻ്റെ കഥയൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കരുത്. പാലാരിവട്ടം പാലം വെയിറ്റ് ടെസ്റ്റ് നടത്തണം എന്നാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രി എന്ന് പറഞ്ഞതെങ്കിൽ വെയിറ്റ് ടെസ്റ്റ് നടത്തിയത് ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അതൊരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ ഓടുമ്പോൾ, ഗിരിധരൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷ ഓടുമ്പോൾ കുലുങ്ങിയിട്ടാണ് പാലാരിവട്ടം പാലത്തിനെതിരെ അദ്ദേഹം പരാതി കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ജയിലിൽ വരെ കിടക്കേണ്ടി വന്നത് മന്ത്രിക്ക്. ഇതൊന്നും ആളുകളെ ഓർമ്മിപ്പിക്കല്ലേ. ഓർമ്മിപ്പിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം, അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ എന്ന് മാത്രമാണ്. പിന്നെ പ്രവൃത്തിയുടെ ഗുണമേന്മയെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് നേരിട്ടുള്ള അനുഭവം, ഞാൻ ജീവിക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ വന്നിട്ടുള്ള ബൈപ്പാസ്, അതിൻ്റെ പ്രവർത്തനം ഞാൻ കണ്ടിരുന്നു. മണ്ണ് റോഡിന് വേണ്ടി നിക്ഷേപിക്കുമ്പോൾ പോലും ആ മണ്ണ് തിരിച്ചു കൊണ്ടുപോകും. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന്. അതിനകത്ത് കരടുള്ള മണ്ണ് പോലും, അതായത് വേരുകളുടെ അംശമുള്ള മണ്ണ് പോലും റോഡിൻ്റെ അടിയിൽ നിക്ഷേപിക്കാൻ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ലായിരുന്നു. അത്രയും വലിയ മോണിറ്ററിംഗോടുകൂടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മികച്ച റോഡുകൾ
ശരി. മികച്ച റോഡുകൾ, മികച്ച പാലങ്ങൾ, മികച്ച സംവിധാനങ്ങളൊക്കെ വന്നത് അപകടത്തെ ചൂണ്ടിക്കാണിച്ച് പണിക്കിടയിൽ നടക്കുന്ന അപകടം ചിലപ്പോൾ കയറുപൊട്ടി പോവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് വെച്ചിട്ടാണോ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 90,562 കോടി രൂപയുടെ വികസന പ്രവർത്തനം UDF ആണ് നടത്തിയെങ്കിൽ അഴിമതി കൊണ്ടുള്ള ആറാട്ടായിരിക്കില്ലായിരുന്നു കേരളത്തിൽ. ഇവിടെ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ഏതാണ്ട് 1 ലക്ഷം കോടിയിലെത്തി നിൽക്കുക, ഒരു പദ്ധതിയെക്കുറിച്ച് 1 രൂപയുടെ അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് കേരളത്തിന്റെ അഭിമാനം. അതാണ് കേരളത്തിന്റെ അഭിമാനം എന്ന് മാത്രമേ സൂചിപ്പിച്ചു വെക്കാൻ. നമ്മുടെ സമയം കൂടി ഒരു പ്രശ്നമായതുകൊണ്ടാണ്, അത്ര വിപുലമായ ഒരു വിഷയമാണ്. പക്ഷേ ഞാൻ പറയാൻ കാര്യം, ഇത്ര പ്രധാനപ്പെട്ട കേരളത്തെ മാറ്റിത്തീർത്ത ഒരു പ്രധാന മാറ്റത്തിൽ കിഫ്ബി പോലൊരു സംവിധാനത്തിൽ ഇന്ന് ഈ വൈകുന്നേരം എത്ര മാധ്യമങ്ങൾ അതിനൊരു മണിക്കൂർ മാറ്റിവെക്കുന്നു. വിമർശനമാകട്ടെ, പെശകുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആകട്ടെ, പക്ഷേ എത്ര മാധ്യമങ്ങൾ കിഫ്ബിയുടെ 25 വർഷങ്ങൾ, അതിൽ നമ്മൾ പരിചയപ്പെട്ട 10 വർഷങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ എത്ര മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനകത്ത് ഒതുക്കാവുന്നതല്ല, എങ്കിലും ഉള്ളതാവട്ടെ. അല്ല, സനീഷ് ഇവിടെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞൊരു സിനിമയെ കുറിച്ച് പറഞ്ഞു. അത് 1998 ഇറങ്ങിയ സിനിമയാണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VK നയനാരാണ് കേട്ടോ. അതാണ് ആ പവർ കട്ടിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ വളരെ കൃത്യമായ കാര്യമാണ്. ഞാൻ ചോദിച്ചത് 2016 മുമ്പ് സിനിമയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതേയല്ല, ഞാനാണ് പറഞ്ഞത്. ഇനി ആ സിനിമയിലേക്കൊന്നും പോകേണ്ട കാര്യവുമില്ല. കേരളത്തിലെ ജനങ്ങൾ സജീഷ് അല്ല പറഞ്ഞത്, സേനാപതിക്ക് പെശകിയതാണ്. ഞാനാണ് പവർക്കട്ടിന്റെ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിച്ചത് 16 മുതൽ അസ്തമിച്ചു, 16 മുമ്പ് 11 മുതൽ 16 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി മുമ്പ് ആര്യാടന്റെ കാലത്തെ കുറിച്ച് പറഞ്ഞു. ആ കാലത്തും ലോഡ് ഷെഡിങ്ങും പവർക്കട്ടും ഉണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചോളൂ. യെസ് 2011 മുതൽ ശ്രീ ശരത്ത് ഒരു കാര്യമുള്ളൂ. ശ്രീ സേനാപതിക്ക് പറ്റുമെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലഭിക്കുമായിരുന്ന 110 വോൾട്ടിന്റെ സാധാരണ ബൾബുണ്ടല്ലോ, ഒരു വണ്ടർഫുൾ എന്ന് പറയുന്ന ബൾബ്, വോൾട്ടേജ് ഇല്ലാത്തൊരു കാലത്തെ കുറിച്ചാണ് ഉള്ളിൽ പുറത്തിറങ്ങി വാങ്ങിയിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്. ജോർജ് ജോസഫ് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്. കിട്ടില്ല കേരളത്തിൽ ഇപ്പോ. ജോർജ് ജോസഫ് ഏതെങ്കിലും വീട്ടിലിറങ്ങി പഴയ കുഴൽ വിളക്കോ ചിമ്മിണി കുപ്പിയോ ഇന്ന് കാണാനില്ല. അതൊക്കെ നിങ്ങളുടെ കാലത്താണ്. അതൊന്ന് കാണിക്കും നിങ്ങൾ. ശ്രീ ജോർജ് ജോസഫ്, സമയക്കുറവുണ്ട്, ക്യുക്കായിട്ട് താങ്കളുടെ ഒരു അഭിപ്രായം പറയും. ചോദ്യമില്ല. നാഷണൽ ഹൈവേ വികസനത്തിന്റെ കാര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാഷണൽ ഹൈവേ വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ആണിക്കല്ലാണ്, അടിത്തറയാണ്. അത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പാകാതെ പോയ സ്ഥിതിവിശേഷം. സ്ഥലം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഇന്ന് പത്രത്തിൽ കിഫ്ബിയുടെ പരസ്യം കൊടുത്തിരിക്കുന്നതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 6,192 കോടി രൂപ ആണ് ചെലവഴിച്ചതെന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അതിനകത്ത് 1000 ചില്ലാൻ കോടി രൂപയാണ് ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. ബാക്കി 6000 ചില്ലാൻ കോടി രൂപ ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ മാത്രം കണ്ടെത്തണമെങ്കിൽ എത്ര 1000 കോടി രൂപ വെച്ച് ഒരു ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ 6 വർഷം കൂടി വേണ്ടി വരുമായിരുന്നു. അപ്പൊ ആ സമയത്താണ് 5000 ചില്ലാൻ കോടി രൂപ കിഫ്ബിയിലൂടെ കണ്ടെത്തി ഇത് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ വികസനം എന്ന് പറയുന്നത് ഭാവിയിലേക്ക് വേണ്ടിയാണ്. അതിലേക്ക് വളരെ വളരെ വ്യക്തമായ ശ്രീ ജോർജ് ജോസഫ് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ദേശീയപാത വികസനം. അതിൽ 5581 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ. സമയക്കുറവുണ്ടാണ് ശ്രീ ജോർജ് ജോസഫ്. ഞാൻ ശ്രീ ഷുക്കൂർ വക്കീലിലേക്കും ഒറ്റ കാര്യം കൂടി, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. വേഗം വേണം, വേഗം വേഗം. ഒറ്റ കാര്യം കൂടി, അതായത് 3% താഴെ 3% കടമെടുപ്പിന്റെ പരിധി എന്നുള്ളത് നിശ്ചയിച്ച കാര്യം ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന കടമെടുപ്പിന്റെ പരിധി ഉയർത്തണമെന്നാണ്. ഈ FRBM ആക്ടിന്റെ ഈ കാര്യം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനുള്ള അവകാശമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് കൊടുത്ത കേസിൽ ഭരണഘടനാപരമായ സാങ്കത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സുപ്രീം കോടതി വിശാല ബെഞ്ചിലേക്ക് പോയിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ രാത്രി കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ ആവേശകരം കൂടിയാണ്. കാരണം സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് കേരളത്തിന് നൽകാം എന്ന് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വന്നു എന്നതുകൂടി ഈ രാത്രിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രധാന വാർത്തയായി ഇതാ ഇപ്പോൾ വരുന്നുമുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. ഷുക്കൂർ വക്കീലിന്റെ കൂടി അഭിപ്രായം വളരെ ചുരുക്കി, വളരെ വളരെ ചുരുക്കി. വളരെ 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 പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ് കിഫ്ബി. തീർച്ചയായും ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത്
പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനമായി മാറി. അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി മാറി. നമ്മൾ ദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമായി വരുന്ന 5 വർഷം കൊണ്ട് മാറാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായ രീതിയിൽ ഒരു ഭരണ തുടർച്ച സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ശരി, സജീഷ് കൈ ഉയർത്തിയത് ഒന്ന് സമയം മാനിച്ചുകൊണ്ട് പ്ലീസ്. ഒറ്റ വാചകമേ ഉള്ളൂ. അതായത് ഇതെല്ലാം ശ്രീ സേനാപതി ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത്, ഒരു വിഷനുള്ള ഒരു ഗവൺമെൻറ് ഒരു മിഷൻ ഉണ്ടാകും. അത്തരത്തിലൊരു മിഷന്റെ ഭാഗമായിട്ടാണ് കിഫ്ബി ഉൾപ്പെടെ വരുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കിപ്പോൾ നാം ജീവിക്കുന്ന പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ പരിധിയിൽ നോക്കിയാൽ കിഫ്ബിയുടെ ഒരു വൻ വികസന പദ്ധതി കാണാൻ വേണ്ടി പറ്റും. കേരളത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും മനുഷ്യജീവിതമുള്ള സ്ഥലങ്ങളിലെല്ലാം ആശുപത്രികളായി, റോഡുകളായി, അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങളായി, വ്യവസായ പാർക്കുകളായി, മറ്റു പലതുമായി ഇത് രാജ്യത്തിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ അഭിമാനമാണ്. മനീഷ്, മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ അമേരിക്കയിൽ പോകണം, അതാണ് പ്രശ്നം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ലോക്കൽ വർത്തമാനങ്ങൾ ഒഴിവാക്കൂ പ്രിയപ്പെട്ട സുഹൃത്തെ. അതേ പോയി. ഏതായാലും ഇങ്ങനെ പ്രതിപക്ഷം കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടി തയ്യാറോ? അത്രേ പറയാം. അതായത് കിഫ്ബി വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും ആ എതിർപ്പ് വളരെ സ്വാഭാവികമായി തുടർന്നു. പക്ഷേ കേരളത്തിൻ്റെ മാറ്റം അത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അഴിമതിയുടെ തരി പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആധുനിക കേരളത്തെ പടുത്തുയർത്തിയതിലെ ആ കാഴ്ചപ്പാട് അത് വളരെ മികച്ചതും പ്രധാനപ്പെട്ടതും തന്നെയാണ്. ED കുറേ കറങ്ങി നോക്കി, പക്ഷേ അത് ഹൈക്കോടതിയിൽ പോയി അതിനെ നേരിട്ട രാജ്യത്തെ അത്യപൂർവമായ അനുഭവം അന്ന് കിഫ്ബി കൈകാര്യം ചെയ്ത കേരളത്തിൻ്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് നേരിട്ട് ഹൈക്കോടതിയിൽ പോയി EDയുടെ ആ മൂവ്മെൻറ്റിനെയും ചലഞ്ച് ചെയ്ത് തോൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അഴിമതിയുടെ തരി പോലും ഇല്ലാതെ ഒരുപക്ഷെ UDF ആണ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ അഴിമതിയുടെ ആറാട്ടാകുമായിരുന്നില്ല എന്ന സാങ്കല്പിക ചോദ്യം പോലും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് നമ്മുടെ മുൻ അനുഭവങ്ങളിൽ നിന്നാണ് എന്നതുകൂടി പറയേണ്ടതായി വരും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ.